നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന ദിനം നാളെ ആഗസ്റ്റ് മാസം 13-ാം തീയതി, അതായത് 1201 കർക്കിടക മാസം 28-ാം തീയതി വ്യാഴാഴ്ച. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, കർക്കിടക വാവ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുമെന്ന് കരുതട്ടെ. പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങേണ്ടുന്ന ആ പുണ്യദിനം കഴിഞ്ഞു. കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത പക്ഷത്തിലെ ആദ്യത്തെ തിഥി, അതിന് പറയുക പ്രഥമാ തിഥി. പക്ഷേ അതിനേക്കാളും നാം ഉപയോഗിക്കുന്നത് പ്രതിപദം എന്ന ഒന്നാമത്തെ തിഥി, വെളുത്ത പക്ഷത്തിലെ പ്രതിപദം. ഇവിടെ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ 5-ാം തീയതി വരെ ദുർബലമാണ്. കറുത്ത പക്ഷം കഴിഞ്ഞ് വെളുത്ത പക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലമാണ്. അപ്രകാരം തന്നെ വെളുത്ത വാവ് കഴിഞ്ഞാൽ കറുത്ത പക്ഷത്തിലെ ആദ്യത്തെ 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. പക്ഷേ പ്രതിപദം ഒരു നല്ല തിഥിയല്ല, അത് ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. ദാരിദ്ര്യം പ്രതിപദം കുര്യാതെന്ന് പ്രമാണം. നാളത്തെ ദിനം വ്യാഴാഴ്ചയാണ്. നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ്, നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്കൊക്കെ ചോറൂണിനും വിദ്യാദാനത്തിനുമൊക്കെ തന്നെ നാം മകൻ നക്ഷത്രം ഉപയോഗിക്കും. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മക, ചിത്രാച, രേവതി. കാർത്തിക, ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. വാങ്ങാനും കൊടുക്കാനും പറ്റില്ല. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തു വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് നല്ലതല്ല. എങ്കിലും ശുഭദിനമാണ് വ്യാഴാഴ്ച, ശുഭനക്ഷത്രമാണ്. അതിനാൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്കൊക്കെ, വാങ്ങലും കൊടുക്കലും ഒഴിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മകൻ നക്ഷത്രത്തെ സ്വീകാര്യമാക്കി കരുതാം, പ്രവർത്തിക്കാം. നാളെ സൂര്യോദയം തൃശ്ശൂരിൽ 6:18, അസ്തമയം വൈകിട്ട് 6:42. നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയം. നാളെ മകൻ നക്ഷത്രമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അടുത്തുള്ള സർപ്പസങ്കേതത്തിലേക്ക് പോകണം, സർപ്പപ്രീതി ചെയ്യണം. സർപ്പപ്രീതിയുടെ ആവശ്യമേവ കരണീയം ആരോഗ്യപ്രാപ്തിയെ. നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ നല്ലതാണ്. മകം സർപ്പനക്ഷത്രമാണോ? ആണ്. അശ്വതി മകം മൂലം. അതിനെ ഭരിക്കുന്നത് കേതുവാണ്. കേതു ആരാകുന്നു? രാഹുവിൻ്റെ വാലാകുന്നു. തിരുവാതിര ചോദിച്ചതയം രാഹുവിൻ്റെ നക്ഷത്രങ്ങൾ, അശ്വതി മകം മൂലം കേതുവിൻ്റെ നക്ഷത്രങ്ങൾ. നാളത്തെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സർപ്പസങ്കേതത്തിൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യാം. അപ്രകാരം തന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് നാഗസങ്കേതങ്ങളിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കാം. നന്ദി, നമസ്തേ.